ചരിത്രപ്രസിദ്ധമായ പാലാ ടൗൺ കുരിശുപള്ളിയിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ ജൂബിലി തിരുനാളിനോടനുബന്ധിച്ച് രാവിലെ 8 മണിക്ക് സെന്റ് മേരീസ് HSSലെ വിദ്യാർത്ഥിനികളുടെ മരിയൻ റാലി ഈ വർഷവും വലിയ ജനശ്രദ്ധയാകർഷിച്ചു. ആയിരക്കണക്കിന് കുട്ടികൾ വ്യത്യസ്ത നിറങ്ങളിലുള്ള കടലാസു പൂക്കളും മറുകൈയിൽ ജപമാലയും മുറുകെ പിടിച്ച് പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ട് പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുസ്വരൂപം കുട്ടികൾ തന്നെ വഹിച്ചുകൊണ്ട് പാലാ ടൗൺ ചുറ്റി കുരിശുപള്ളിയിലേക്ക് വന്നപ്പോൾ ജപമാല പ്രാർത്ഥനയാൽ മുഖരിതമായ കുരിശുപള്ളിയിലേക്ക് പാലായിലെ കത്തീഡ്രൽ വികാരിയും ലാലം പഴയ പള്ളിയിലെയും പുതിയ പള്ളിയിലെയും വികാരിമാരും അസിസ്റ്റന്റ് വികാരിമാർ, കമ്മിറ്റിക്കാർ എന്നിവർ ചേർന്ന് കുരുന്നുകളെ സ്വീകരിച്ചു. തുടർന്ന് കുട്ടികൾ പരിശുദ്ധാമ്മയുടെ മുൻപിൽ സമർപ്പിച്ച മധ്യസ്ഥ പ്രാർത്ഥന പാലാ ടൗണിൽ മുഴങ്ങിയപ്പോൾ ഏവരുടെയും ഹൃദയം കവർന്നു. പാലായിൽ വസിക്കുന്ന കുടുംബങ്ങൾ, ടൗണിലെ കച്ചവടക്കാർ, ടാക്സി തൊഴിലാളികൾ, അങ്ങനെ ജീവിതം പച്ചപിടിപ്പിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാവരെയും കുട്ടികളുടെ പ്രാർത്ഥനയിൽ ഓർക്കുന്നതിനോടൊപ്പം രാത്രിയുടെ യാമങ്ങളിൽ കടത്തിണ്ണകളിൽ അന്തിയുറങ്ങുന്നവർക്ക് കൂടി വേണ്ടി അവർ പ്രാർത്ഥിച്ചപ്പോൾ ടൗണിൽ പ്രാർത്ഥന ശ്രവിച്ചവരുടെ ഹൃദയങ്ങൾ കുരിശുപള്ളിയിലേക്ക് സഞ്ചരിച്ചു. തുടർന്ന് കത്തീഡ്രൽ പള്ളി വികാരി ഫാദർ ജോസ് കാക്കലിൽ കുട്ടികൾക്ക് ആശീർവാദം നൽകിയപ്പോൾ കൈകളിൽ വഹിച്ച കടലാസു പൂക്കൾ വീശി പരിശുദ്ധമ്മയ്ക്ക് കുട്ടികൾ നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് പരിശുദ്ധ ദേവമാതാവിന്റെ തിരുസ്വരൂപം അധ്യാപകർ വഹിച്ചുകൊണ്ട് മരിയൻ റാലി സ്കൂളിലേക്ക് തിരിച്ചു.